Oppo Find X2 സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. Oppo Find X2 സീരീസിൽ രണ്ട് ഫോണുകൾ വരുന്നുണ്ട്. Oppo Find X2ഉം പിന്നെ Oppo Find X2 Proയും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Oppo Find X2 സീരീസിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ പറയേണ്ട കാര്യം, ഈ രണ്ട് ഫോണുകളും ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളാണ്. പിന്നെ രണ്ട് ഫോണും തമ്മിൽ മെയിനായിട്ടുള്ള ഡിഫറൻസ് വരുന്നത് ക്യാമറയുടെ കാര്യത്തിലാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ IP റേറ്റിംഗിൻ്റെ കാര്യത്തിലും ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ബാക്കിയൊക്കെ ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. ആദ്യം ഈ ഫോണുകളുടെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളിലും ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 6.7 ഇഞ്ചിൻ്റെ ക്വാഡ് HD+ റെസൊല്യൂഷനിലും വരുന്ന OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. കമ്പനി അൾട്രാ വിഷൻ സ്ക്രീൻ എന്ന് വിളിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് രണ്ട് ഫോണുകളിലും വരുന്നത്. രണ്ട് ഫോണുകളിലും കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോഴും സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ലഭിക്കും. പിന്നെ അതുമാത്രമല്ല 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണുകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടച്ച് എക്സ്പീരിയൻസും ഈ ഫോണുകളിൽ നമുക്ക് ലഭിക്കും. ഈ രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേയിൽ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 10-bit ട്രൂ ബില്യൺ കളർ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. രണ്ട് ഫോണുകളിലും 01 അൾട്രാ വിഷൻ എഞ്ചിൻ എന്നുള്ള ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്നാമത് വരുന്നത് മോഷൻ ക്ലിയർ എന്നുള്ള ഫീച്ചറാണ്. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, നോർമലായിട്ടുള്ള FPS-ലുള്ള വീഡിയോസൊക്കെ 120 FPS-ലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഫീച്ചറാണ്. ആ വീഡിയോസൊക്കെ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ രണ്ടാമത് വരുന്നത് HDR വീഡിയോ എൻഹാൻസ്മെൻറ്റ് എന്നുള്ള ഫീച്ചറാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, നോർമൽ ക്വാളിറ്റിയുള്ള വീഡിയോസൊക്കെ HDR-ലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഫീച്ചറാണ്. അപ്പം ഈ രണ്ട് ഫോണുകളിലും നമുക്ക് വളരെ നല്ലൊരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് ലഭിക്കും. പിന്നെ രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 6ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഈ രണ്ട് ഫോണുകളിലും കണ്ണിനൊന്നും വല്ലാതെ സ്ട്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് TUV റെയിലും സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും AI അഡാപ്റ്റീവ് ഐ പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് ഫോണുകളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്നത് IP റേറ്റിംഗിൻ്റെ കാര്യത്തിലാണ്. Oppo Find X2ൽ IP54 റേറ്റിംഗ് ആണ് വരുന്നത്. എന്നാൽ Oppo Find X2 Proയിൽ നമുക്ക് IP68 റേറ്റിംഗ് ലഭിക്കുന്നുണ്ട്. രണ്ട് ഫോണുകളും വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. എന്നാലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് Oppo Find X2 Proയിലായിരിക്കും ലഭിക്കുക. പിന്നെ Oppo Find X2ൻ്റെ ബാക്കിൽ സെറാമിക് ബാക്ക് ബോഡിയും അതുപോലെ ഗ്ലാസ് ബാക്ക് ബോഡിയുമായിട്ട് വരുന്ന വേരിയൻസ് വരുന്നുണ്ട്. Oppo Find X2 Proയുടെ ബാക്കിൽ സെറാമിക് ബാക്ക് ബോഡിയും അതുപോലെ ലെതർ ബാക്ക് ബോഡിയുമായിട്ട് വരുന്ന വേരിയൻസും വരുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളിലും സെയിം ആയിട്ടുള്ള പ്രോസസ്സറാണ് വരുന്നത്. രണ്ട് ഫോണുകളും വരുന്നത് സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസസ്സറുമായിട്ടാണ്. രണ്ടിനും 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും ഈ രണ്ട് ഫോണുകളിലും നമുക്ക് ലഭിക്കുക. പിന്നെ രണ്ട് ഫോണുകളിലും UFS 3.0 സ്റ്റോറേജ് ടൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. LPDDR5ൻ്റെ റാമാണ് ഈ രണ്ട് ഫോണുകളിലും വരുന്നത്. പിന്നെ രണ്ട് ഫോണുകളിലും നമുക്ക് 12 GB റാം ലഭിക്കുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 256 GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. രണ്ട് ഫോണുകളിലും Wi-Fi 6 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ NFC എന്നുള്ള ഫീച്ചറുമായിട്ടാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. രണ്ട് ഫോണുകളിലും നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 10 ബേസ് ചെയ്തിട്ടുള്ള ColorOS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. ഈ രണ്ട് ഫോണുകളും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് വരുന്നത് ക്യാമറയുടെ കാര്യത്തിലാണ്. രണ്ട് ഫോണുകളുടെയും പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ആദ്യം Oppo Find X2 Proയുടെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 48 മെഗാപിക്സലിൻ്റെ f1.7 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. ഇത് സോണി IMX689ൻ്റെ സെൻസറാണ്. ഇതിൽ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൻസർ സൈസ് വരുന്നത് 1/1.4 ഇഞ്ചാണ്. പിന്നെ ഈ ഒരു സെൻസറിൽ ഓൾ പിക്സൽ ഒമ്നി ഡയറക്ഷണൽ PDIF എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ഒരു ഓട്ടോ ഫോക്കസിംഗ് ഫീച്ചർ ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. ഈവൻ ലോ ലൈറ്റ് കണ്ടീഷൻസിൽ വരെ നല്ലൊരു ഓട്ടോ ഫോക്കസിംഗ് ആയിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. പിന്നെ രണ്ടാമത് വരുന്നത് 48 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ്. ഇത് സോണി IMX586ൻ്റെ സെൻസറാണ്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് 13 മെഗാപിക്സലിൻ്റെ f3.0 അപ്പേഴ്സിൽ വരുന്ന ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. ഇതിൽ 5x ഒപ്റ്റിക്കൽ സൂമും 10x ഹൈബ്രിഡ് സൂമും അതുപോലെ 60x ഡിജിറ്റൽ സൂമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലെൻസിൽ OISും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Oppo Find X2ൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിലും 48 മെഗാപിക്സലിൻ്റെ f1.7 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പക്ഷേ ഇത് സോണി IMX586ൻ്റെ സെൻസറാണ്. ഇതിൽ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത് 12 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇത് സോണി IMX708ൻ്റെ സെൻസറാണ്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് 13 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. ഇതിൽ 5x ഹൈബ്രിഡ് സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
പിന്നെ ഈ ഒരു ലെൻസിൽ OISഉം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ രണ്ട് ഫോണുകളുടെയും ക്യാമറയിൽ കുറേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അൾട്രാ നൈറ്റ് മോഡ് 3.0 എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അൾട്രാ ഡാർക്ക് മോഡ് എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണുകളിൽ 12-bit RAW ഫോർമാറ്റിലുള്ള ഫോട്ടോസ് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അൾട്രാ സ്റ്റഡി മോഡ് 2.0 എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വെച്ചിട്ട് നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പം നോയ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ നോയ്സ് റിഡക്ഷൻ എന്നുള്ള ഫീച്ചറും ഈ ഫോണുകളിൽ കൊടുത്തിട്ടുണ്ട്. ബെറ്റർ ആയിട്ടുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈവ് HDR വീഡിയോ എന്നുള്ള ഫീച്ചർ ഈ ഫോണുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പം നമുക്ക് സ്മൂത്ത് ആയിട്ട് സൂം ചെയ്യാൻ പറ്റും. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇത് സോണി IMX616ന്റെ സെൻസറാണ്. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഓപ്പോ ഫൈൻഡ് X2 വരുന്നത് 4200 mAhന്റെ ബാറ്ററിയുമായിട്ടാണ്. ഓപ്പോ ഫൈൻഡ് X2 പ്രോയിൽ നമുക്ക് 4260 mAhന്റെ ബാറ്ററിയാണ് ലഭിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ രണ്ട് ഫോണുകളിലും 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമ്പനി അവകാശപ്പെടുന്ന കാര്യം ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫോണുകൾ നമുക്ക് 40% വരെ ചാർജ് ചെയ്യാൻ കഴിയുമെന്നാണ്. അതുപോലെ തന്നെ 38 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫോണുകൾ നമുക്ക് ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ കഴിയും. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. പിന്നെ ഓപ്പോ ഫൈൻഡ് X2ന്റെ വില വരുന്നത് 64,990 രൂപയാണ്. ഓപ്പോ ഫൈൻഡ് X2 പ്രോയുടെ വില ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. എന്നാലും മിക്കവാറും ഈ ഒരു ഫോണിന്റെ വില 70,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരാനാണ് സാധ്യത. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. രണ്ട് ഫോണുകളിലും വളരെ മികച്ചൊരു ഡിസ്പ്ലേയും പ്രോസസ്സറും ബാറ്ററിയും ക്യാമറയും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എത്ര പേര് ഓപ്പോയുടെ ഒരു ഫോൺ സെലക്ട് ചെയ്യുന്നുള്ളത് കണ്ടറിയേണ്ടി വരും. കാരണം ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ OnePlus 8 Pro എന്ന ഫോൺ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിന്റെ S20 സീരീസും വരുന്നുണ്ട്. പിന്നെ ചിലവർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഐഫോണും സെലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്.